ജോമോൻ ചക്കാലക്കൽ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, താങ്കളുടെ പോയിന്റ് വ്യക്തമാക്കി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു തരാം. ശ്രീ ജോമോൻ ചക്കാലക്കൽ, ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഒരു നിയമ ഭേദഗതി ഉണ്ടാകുന്നു. ആ നിയമ ഭേദഗതി ആലോചിക്കുമ്പോൾ മുതൽ തന്നെ അതിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയരുന്നുണ്ട്. സഭയിലെ ഭൂരിപക്ഷം കൊണ്ട് തന്നെ ആ നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കുന്നു എങ്കിൽ പോലും ആ എതിർപ്പ് അടങ്ങുന്നില്ല. ഇതിപ്പോൾ രാജ്യവ്യാപകമായി അതിനെതിരെ പ്രതിഷേധം നടന്നു വരികയാണ്. പലയിടങ്ങളിലും അതൊരു കലാപ സാഹചര്യത്തിലേക്ക് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ ശമിപ്പിക്കാൻ, ആളുകളെ ബോധവൽക്കരിക്കാൻ, അല്ലെങ്കിൽ ആളുകൾക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതിലെ കാര്യങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കാൻ വേണം നേതാക്കൾ തയ്യാറെടുക്കേണ്ടത്. ആ പ്രതിഷേധത്തെ അണയ്ക്കാൻ വേണം തയ്യാറെടുക്കേണ്ടത്. അവിടെ ഇപ്പോൾ പ്രധാനമന്ത്രി ആ പ്രതിഷേധം ആളിക്കത്തിക്കുന്ന നിലയിൽ ഒരു പരാമർശം നടത്തിയിരിക്കുകയാണോ ഈ പ്രസ്താവനകളിലൂടെ ചെയ്തിരിക്കുന്നത്? ഭൂമാഫിയ എന്ന് വിളിച്ച് വഖഫിനെ അഭിസംബോധന ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഭൂമാഫിയയാണ് എന്ന് പറയുമ്പോൾ അതൊരു ഈ വികാരത്തെ ആളിക്കത്തിക്കുന്ന, അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളെ ആളിക്കത്തിക്കുന്ന ഒന്നായി മാറില്ലേ യഥാർത്ഥത്തിൽ? രേണു, ഡോക്ടർ അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഹരിയാനയിൽ ഒരു നീണ്ട പ്രസംഗം നടത്തുകയുണ്ടായി. കഴിഞ്ഞ കാലങ്ങളിലെ ഭരണ നേട്ടങ്ങളെല്ലാം വിവരിച്ചുകൊണ്ടൊരു നീണ്ട പ്രസംഗം നടത്തിയതിന്റെ അനന്തരഫലമായി അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില ബില്ലുകളെ കുറിച്ചും ഈ വഖഫ് ബില്ലിനെ കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. നോക്കൂ, കഴിഞ്ഞ 11 വർഷമായി ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ തെളിവുകളും കൃത്യമായ രേഖകളും അദ്ദേഹത്തിന്റെ കയ്യിലില്ലാതെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു ആരോപണം പറയുകയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ കൃത്യമായി ഇവരുടെ രാഷ്ട്രീയമായിട്ടൊക്കെ രണ്ടു കൂട്ടരും പറയുന്നത് ഞാൻ കേട്ടു. നമുക്കറിയാലോ, 1913 മുതൽ 2013 വരെയുള്ള 100 വർഷക്കാലം കൊണ്ട് വെറും 18 ലക്ഷം ഏക്കർ മാത്രം വഖഫ് ഭൂമി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് 2013 അവസാന ലോക്സഭയുടെ അവസാന സെഷനുകൾ, ഏകദേശം ആ ലോക്സഭ കാലയളവ് തീരാറായിരിക്കുന്ന ഒരു സമയത്ത് അതിന്റെ അവസാന സെഷനിൽ ഒരു ഹിഡൻ അജണ്ട പോലെ ഈ അമെൻമെന്റ് വീണ്ടും ഭേദഗതി കൊണ്ടുവരുന്നു. നമ്മൾ ശ്രദ്ധിക്കണ ഒരു കാര്യം, കൃത്യമായിട്ട് ഈ മുന്നണിക്ക് അറിയാമായിരുന്നു അനവധി അഴിമതികൾ നടത്തിയ ഒരു മുന്നണിയാണ് അവരെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതൊക്കെ പറഞ്ഞാൽ നമുക്കിവിടെ സമയം തീരില്ല. 2G സ്പെക്ട്രം തുടങ്ങി അനവധി അഴിമതികൾ അവർക്ക് അറിയാമായിരുന്നു കൊണ്ട് തന്നെ ഇനി അടുത്ത കാലത്തൊന്നും ഒരു ഭരണം കിട്ടില്ല എന്ന് കൃത്യമായി ബോധ്യമുള്ള കേന്ദ്ര സർക്കാർ, അന്നത്തെ കേന്ദ്ര സർക്കാർ, അതായത് UPA സർക്കാർ അവസാന കാലയളവിൽ കൊണ്ടുവന്ന, അവസാന സെഷനിൽ കൊണ്ടുവന്ന ഒരു നിയമ ഭേദഗതിയായിരുന്നു അന്നത്തെ 2013 അമെൻമെന്റ് ചേഞ്ച് ഭേദഗതി. ഞാൻ ഒരു കാര്യം പറയാം, അതിനുശേഷമുള്ള ഈ 10 വർഷം മാത്രം എടുത്ത് നമ്മൾ നോക്കിയാൽ മതി രേണു. 2013 മുതൽ 2023 വരെയുള്ള സമയം മാത്രം എടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ മതി. 21 ലക്ഷം ഏക്കർ ഭൂമി ഈ 10 വർഷ കാലയളവ് കൊണ്ട് എങ്ങോട്ടാ വരുന്നത്? ഈ വഖഫ് ഭൂമിയിലേക്ക്, ഇവർ പറയുന്ന ചാരിറ്റി പ്രവർത്തനത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന ഭൂമി എന്ന് പറഞ്ഞു വരുന്നു. അവിടെയാണ് നരേന്ദ്രമോദിയും കൂട്ടരും കഴിഞ്ഞ നീണ്ട വർഷങ്ങൾ ഇതിന്റെ പിന്നിൽ നടത്തിയ ചില അന്വേഷണങ്ങൾക്കൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇത് വലിയ ഒരു ഭൂമാഫിയ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. കൃത്യമായ അന്വേഷണം നടക്കാൻ പോവുകയാണെന്നേ. ഇവർക്കൊക്കെ ഭയം കയറിയിരിക്കുക. കാരണം എന്താണെന്നറിയാമോ? ഇത് കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാകുവാൻ പോകുക. ഇവിടെ കേരളത്തിൽ തന്നെ 25,000-ഓളം. ഇടപെടുന്നതിൽ ക്ഷമിക്കുക, താങ്കൾ തന്നെ പറയുന്നു അന്വേഷണം നടക്കുകയാണ് എന്ന്. അപ്പോൾ പ്രോസസ്സിലുള്ള ഒരു കാര്യം എന്ന് താങ്കൾ തന്നെ പറയുന്ന വിഷയത്തിലാണ് പ്രധാനമന്ത്രി വലിയ പ്രതിഷേധം ഉയരുമ്പോൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. ഭൂമാഫിയാണ് ഇതിന് പിന്നിലെന്ന്. അതാണ് ചോദിക്കുന്നത്, എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്? അത് ഈ ഘട്ടത്തിൽ ഞാൻ പറയാം. നോക്കൂ, നമ്മള് ഈ കേരളത്തെ മാത്രം എടുത്താൽ, കേരളത്തിൽ നിലവിൽ കേരളത്തിലെ വഖഫ് ബോർഡിന്റെ കയ്യിൽ 25,000-ഓളം ഏക്കർ ഭൂമി ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, 25,000-ഓളം ഏക്കർ ഭൂമിയിൽ ഇപ്പോൾ കൃത്യമായി ഒരു റീസർവേ നടത്തിയാൽ ഒരു 10,000 ഏക്കർ ഭൂമി പോലും ഇവരുടെ കയ്യിലില്ല. ബാക്കി ഭൂമി എവിടെ പോയെന്ന് ചോദിച്ചാൽ ഇവിടത്തെ പല രാഷ്ട്രീയ മേലാളന്മാരും അഴി എണ്ണുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇവിടെ പല രാഷ്ട്രീയ നേതാക്കളും ആ ഭൂമി കൈയാളി, ആ
ഭൂമി മറിച്ച് വിറ്റ് ആ ഭൂമിയിൽ വില്ലകളും ആ ഭൂമിയിൽ വലിയ ഫ്ളാറ്റുകളും വരെ കയറിയിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി ലഭിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, വരും നാളുകളിൽ കൃത്യമായ അന്വേഷണം നടക്കും, കൃത്യമായി ഓഡിറ്റിങ്ങിന് വിധേയമാകും, പല ഭൂമികളും റീസർവേക്ക് വിധേയമാകും, പല നേതാക്കളും ഇതിന്റെ പിന്നിൽ കുടുങ്ങും, വലിയൊരു ഭൂമാഫിയ ഇതിന്റെ പുറകിലുണ്ട്. കൃത്യമായി പറയുന്നു, അഴിമതി ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നുണ്ട് ലേണു. അത് ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. കേരളത്തിലെ, ഞാൻ പേര് പറയുന്നില്ല, കൃത്യമായിട്ട് തെളിവുകൾ വരുന്നത് കൊണ്ട് എങ്കിലും ഒരു കേരളത്തിലെ ഒരു നേതാവിന്റെ കയ്യിൽ തന്നെ ഈ 12,000-ഓളം ഏക്കർ ഭൂമിയൊക്കെ ഈ വഖഫിന്റെ തന്നെ ഉണ്ടെന്ന് ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്നും വരുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ വലിയ ഒരു വിഷയത്തിൽ ഒരു ചർച്ച നടത്തുകയാണ്. അപ്പോൾ താങ്കൾക്ക് പേരോ വസ്തുതയോ അല്ലെങ്കിൽ എന്തെങ്കിലും രേഖകളോ ഉണ്ടോ ഇത്തരം ആരോപണങ്ങൾ നടത്താൻ? ഭൂമാഫിയാണ് കൈയടക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഭൂമാഫിയാണ് വഖഫ് എന്ന് പ്രധാനമന്ത്രി ആരോപിക്കുമ്പോഴും പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനൊക്കെ എന്ത് രേഖ, എന്ത് അടിസ്ഥാനം, എന്ത് തെളിവ് എന്നൊരു ചോദ്യം ഉയരും. അല്ല, അതൊക്കെ ഞങ്ങൾക്കറിയാമെന്ന്. ഞങ്ങൾ ആർട്ടിക്കിൾ 370 ഇവിടുന്ന് എടുത്തു കളഞ്ഞപ്പോ നിങ്ങൾ ഇവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടി? ഇവിടത്തെ ഉള്ള കടൽ തീരവും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ ബീച്ചുകളും നിങ്ങൾ നശിപ്പിച്ചില്ലേ? ആളുകളെ കുറെ കൂട്ടി, നിങ്ങൾ എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി നിങ്ങളുടെ പ്രക്ഷോഭം നടത്തി. നിങ്ങൾക്ക് നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് വരെ ഇന്ന് അവിടെ പോയിട്ട് ജോഡോ യാത്രയുടെ സമാപനം അവിടെ വൃത്തിയായി നടത്തേണ്ടി വന്നത് ആർട്ടിക്കിൾ 370 ഞങ്ങൾ എടുത്തു കളഞ്ഞത് കൊണ്ടാ. ഇവിടെ NRC വന്നില്ലേ? ഇവിടെ CAA കൊണ്ടുവന്നില്ലേ? ഇവിടെ നിങ്ങൾ എത്ര കോടി രൂപയുടെ പ്രചരണം നടത്തി? ഇവിടെ എന്തൊക്കെ ചെയ്തു? ഇവിടെ ആരുടെയെങ്കിലും പൗരത്വം പോയോ? ഇവിടെ മുത്തലാഖ് കൊണ്ടുവന്നില്ലേ? മുത്തലാഖ് എന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടി? ഇവിടെ ആരുടെയും ഇവിടെ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ? ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാ ഞങ്ങൾ പറയാം. ഇവിടെ GST വന്നില്ലേ? നോക്കൂ, GST വന്നപ്പോ നിങ്ങൾ ഇവിടെ എന്തൊക്കെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. ഇത് നിങ്ങളുടെ സ്ഥിരം പരിപാടിയാണെന്നേ. ഇത് നിങ്ങൾ ഇതിന്റെ പുറകിലും നിങ്ങൾ കുറെ ഇങ്ങനെ കാണിച്ചു കൂട്ടും. പക്ഷേ ഇന്ന് പ്രധാനമന്ത്രിയെ പോലെയുള്ള ഒരാൾ ഇതിന്റെ പിന്നിൽ ഭൂമാഫിയ ഉണ്ടെന്ന് പറയണമെങ്കിൽ വെറുതെ പറയത്തില്ല രേണു. അതിവിദൂരമല്ലാതെ എന്താ പറയാ, നോക്കോ, പിക്ചർ അഭി ബാക്കി ഹേ ട്രെയിലർ ഹേ എന്ന് നമ്മളൊക്കെ പറയുന്നത് പോലെ പിക്ചർ അഭി ബാക്കി ഹേ. വലിയ വലിയ വീരന്മാർ ഇതിന് മുന്നിൽ കുടുങ്ങാൻ പോകുന്നു. കേരളത്തിലെ തന്നെ ചില വില്ലാളി വീരന്മാർ കെട്ടിപ്പൊക്കിയ ചില ഫ്ളാറ്റ് സമുച്ചയങ്ങൾ വഖഫ് ഭൂമിയുടേതാണെന്ന് തെളിയിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലാതെ ഭാരതീയ ജനതാ പാർട്ടി. ശരി, ഇപ്പോൾ പ്രധാനമന്ത്രിയും ഏതാണ്ട് ഇതുപോലെയുള്ള ഡയലോഗുകളാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഡയലോഗ് ഇറക്കുന്നതിനപ്പുറം അതിനെന്തൊക്കെ രേഖകളുണ്ട്, എന്തൊക്കെയാണ് അതിന് ആധാരമാക്കിയത് എന്ന കാര്യം പറഞ്ഞാൽ മാത്രമേ ഇതിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധത്തിൽ അണിചേർന്നിരിക്കുന്നവരെ നിങ്ങളുടെ വഴിയെ വരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അത്രയധികം രേഖകളോ അല്ലെങ്കിൽ തെളിവുകളോ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതാണ് പ്രധാനമന്ത്രിയും അതുമായി ബന്ധപ്പെട്ടവരും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അത് കാണിച്ചിട്ട് വേണം ഈ രീതിയിലുള്ള സംസാരമെങ്കിൽ നമുക്ക്. കേരളത്തിൽ ഒരു കണക്ക് ഞാൻ പറയാം. കേരളത്തിൽ ഒരൊറ്റ കണക്ക് പറയാം. 4 ലക്ഷത്തോളം ഇസ്ലാം മതത്തിലെ അമ്മമാർ വിധവമാരായിട്ടുണ്ട്. 2 സെന്റ് ഭൂമി പോലും ഇല്ലാത്തവരുണ്ട്. ഈ വഖഫ് ബോർഡിനൊക്കെ ഉത്തരവാദിത്തമുള്ളവരെ ഇതിലുണ്ടായിരുന്നെങ്കിൽ ഇവർക്കൊക്കെ ഒരു 2 സെന്റ് ഭൂമിയെങ്കിലും കൊടുത്തോ? അതിദരിദ്രരായ 2 ലക്ഷത്തോളം ഇസ്ലാം മത സഹോദരങ്ങൾ കേരളത്തിൽ ഇന്ന് വാടക വീടുകൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവന്ന ഭേദഗതി പ്രകാരം ഈ സ്ഥലമില്ലാത്ത എല്ലാവർക്കും 2 സെന്റ് വീതം കിട്ടും. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചോദിക്കട്ടെ, നോക്കൂ, കഴിഞ്ഞ കാലങ്ങളിൽ ഇത് ചാരിറ്റിയായി ദൈവത്തിന് കൊടുക്കുന്നു എന്നല്ലേ പറയുന്നത്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേലി തന്നെ വിളവ് തിന്നുന്ന നിലവാരത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില വില്ലന്മാര് മാത്രം ഇത് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ? അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞ ഭൂമാഫിയകൾ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന പല ഫ്ളാറ്റ് സമുച്ചയങ്ങളും വഖഫിന്റെ ഭൂമിയിലാണ് രേണു. അതെല്ലാം പൊളിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ എനിക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടുന്ന സമയമായതുകൊണ്ടാണ് താങ്കൾ ഇത് പരിഹാരമാകുമോ എന്ന എന്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി നൽകിയതുമില്ല. ഇത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല, സാധാരണക്കാരിലേക്ക് എത്തിച്ച് സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനാണ് എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ പ്രധാനമന്ത്രിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന താങ്കൾക്കോ അത് എങ്ങനെ സാധ്യമാകും എന്നത് വിശദീകരിക്കാൻ പറ്റുന്നില്ല എന്ന കാര്യം കൂടിയുണ്ട്. ഞാൻ താങ്കളെ